നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ മോർണിംഗ് ലൈവ് വ്യൂ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ആരംഭിക്കാം. വീഡിയോ ഇപ്പോൾ വ്യൂ ആണെങ്കിലും അതേപോലെ ലൈവ് ആണെങ്കിലും മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എങ്കിലേ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് അത് നിങ്ങൾക്ക് മിസ്സായി പോകുന്നത്. പിന്നെ ഈ 1 മണിക്കൂർ എന്നുള്ളത് ഇത്തിരി ലെങ്ത്തുള്ള കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ചാർട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഈ 1 മണിക്കൂർ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കണ്ട് നന്നായിട്ട് പഠിക്കാനുള്ളൊരു കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ മാക്സിമം ലെങ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ റീസൺ. എന്നാലും കുറച്ച് കുറക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. എന്നെ വിളിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ആ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, എൻ്റെ ചാർട്ട് എൻ്റെ രീതികളെ പറ്റിയിട്ടുള്ള. അപ്പോൾ അത് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണുക. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഐ ബട്ടണിൽ കൊമോഡിറ്റിയുടെയും അതേപോലെ തന്നെ ഫോറക്സിൻ്റെയൊക്കെ പ്ലേലിസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ പറയാനുള്ള, ഈ ഒരു ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി, കൃത്യമായിട്ട് മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആവും, ഒരു 6-7 ടാർഗറ്റുകൾ, 6-7 സ്റ്റോപ്പ് ലോസുകൾ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് നിഫ്റ്റിയിലെന്നല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, കൊമോഡിറ്റി സെഗ്മെൻറ്റ്, അതേപോലെ ക്രിപ്റ്റോ എല്ലാത്തിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതേപോലെ ഡെയിലി രാവിലെ 9 തൊട്ട് 11, 12 മണി വരെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും പ്രതീക്ഷിച്ച് ആരും വരരുത്. ഞാൻ ഇവിടെ എടുക്കൂ അല്ലെങ്കിൽ ഇവിടെ വിൽക്കുന്നൊന്നും ഞാൻ അതിൽ പറയാറില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ആണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് പകരം അനലൈസ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി എൻട്രി എക്സിറ്റും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താൻ പാതി ദൈവം പാതി. എൻ്റെ പണി ഞാൻ എടുക്കുന്നു, നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റേ നിലനിൽക്കത്തുള്ളൂ. ഞാൻ എടുക്കാനും വിൽക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ പണി മാത്രമാണ്. അങ്ങനെ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന പൈസ മാത്രം നിലനിൽക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രീതികളും ഇത്തിരി വ്യത്യസ്തമാണ്. അപ്പോൾ എനിവേ, എല്ലാവർക്കും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സമയം 8:38 ആയിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്ത് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ടൈമിന് 9:15 വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇന്ന് നല്ല രീതിയിലൊരു കൺസോൾട്ടേഷനൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊരു ബ്രേക്കൗട്ടും കിട്ടാനുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 23,481 ഇന്ന് വരുമോ, തിങ്കളാഴ്ച വരുമോ, ചൊവ്വാഴ്ച വരുമോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 23,399 23,399, 66 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ 23,465 വരെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 23,465 എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്കൊന്ന് നോക്കാം. 454 ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ യെല്ലോ ലൈനിൻ്റെ ടോപ്പിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ടോപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ പറയുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് റിവൈൻഡ് ചെയ്ത് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് വരുമോ അതോ
സപ്പോർട്ട് എടുക്കാനായിട്ട് ഈ ഒരു ലെവലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ മാത്രം ഇനി ഡൗട്ടുള്ളൂ. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് സംഭവിക്കും. ഒന്ന്, ആ കണ്ടിന്യൂസ് ട്രേഡ് തന്നെ 23,481 അവിടെ നിന്ന് ആദ്യത്തെ 50 മിനിറ്റ്സിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ആഗ് ചെയ്തതിന് ശേഷം 23,505 പോകാം. നേരെ ലോവിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഡേയുടെ ഒരു ടോപ്പിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് റിവേഴ്സ് ആവാം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് ഒരു എൻട്രി നല്ലത് കിട്ടിയാൽ ആ രീതിക്ക് അങ്ങ് നമുക്ക് മൂവ് ചെയ്ത് രാവിലെ 9, 17, 18 ആകുമ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അവിടെ നിന്നും മാർക്കറ്റ് കുറച്ചും കൂടെ താഴത്തേക്ക് വന്നാൽ മെജോറിറ്റി സപ്പോർട്ട് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള 455 ഭാഗത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണേ. അപ്പോൾ വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. 23,399 പ്ലസ് 57, 23,456, 23,456. ഓക്കെ. ഇതിന് മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു വയലറ്റ് ലൈൻ ആയിരിക്കും മാർക്കറ്റിൻ്റെ എനിക്ക് തോന്നുന്നത് ടിപ്പായിട്ട് വരാനുള്ളത്. ഇവിടെ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു റെഡ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ എന്തിനെക്കുറിച്ച് ഈ ഒരു ലെവലിലേക്ക് ഫാളാവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അതർവൈസ് നമ്മൾ സിയിൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് നോക്കാം. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ഹൈ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 110, 120 പോയിൻ്റൊക്കെ റേഞ്ച് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് നോക്കാം. 23,399 പ്ലസ് ഒരു 120 പോയിൻ്റ് ആണെങ്കിൽ 23,519. അപ്പോൾ ഈ ഭാഗം. അതിന് ശേഷം പിന്നെ ഉള്ളതൊക്കെ വലിയ വലിയ പ്രൈസുകളാണ്. 381, 460 അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് നോക്കിയേക്കാം. 23 അത്ര ഒന്നും പോവില്ലെങ്കിലും നമ്മൾ നോക്കി ശീലിച്ചത് കാരണം ശീലിച്ചത് പാലിക്കണമല്ലോ. 381, 23,780 കേട്ടോ. സ്റ്റക്കാണല്ലോ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് വലിയ വലിയ പോയിന്റുകളിൽ താല്പര്യമൊന്നുമില്ല. പോണ പോക്കിന് ആ പോക്കിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ രാവിലത്തെ പ്ലാൻ. 66 പോയിൻ്റ് അപ്പ്. നമ്മൾ ഓൾറെഡി ചെയ്യാൻ പറ്റുന്നത് 15 മിനിറ്റ്സിൽ CE ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 30 മിനിറ്റിലും അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ 30 മിനിറ്റിൽ നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഈ ഒരു റെഡ് ലൈൻ മാർക്കറ്റ് മുട്ടിയിട്ടില്ല. ഇന്നലെ തൊട്ടുള്ള ആ ഒരു ലെവൽ ഒരു തവണ മുട്ടിയിട്ടുണ്ട്, പിന്നെ ഇതുവരെ മുട്ടിയിട്ടില്ല. 30 മിനിറ്റിലും കൂടെ നോക്കിയേക്കട്ടെ. ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ചെയ്തിട്ടുണ്ട് 30 മിനിറ്റിൽ. ഇപ്പോൾ നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ചാൻസസ് ഓൾറെഡി ഉണ്ടെന്നാണ് പറഞ്ഞത്. സിയിലും 30 മിനിറ്റിൽ RSI അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 30 മിനിറ്റ് ഇന്ന് നോക്കുന്നുള്ളൂ. ഒരു ലോങ് ഡ്രൈവിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ 99, 120 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അതിന് ശേഷമായിരിക്കും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിയിൽ നിഫ്റ്റി പി നമുക്ക് ഇതെടുക്കാം. CE 914 ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. സിയിൽ 23,400 നോക്കാം. അപ്പോഴത്തേക്കും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. ഇതൊക്കെ റേറ്റ് കൂടുതലാണ്. 60 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് ടാലിയായിട്ട് വന്നോളും. 914 ആയിട്ടുണ്ട്. അപ്പോൾ 142 കൺസോൾട്ടേഷൻ സോണാണ്. 142 കൺസോൾട്ടേഷൻ സോൺ കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. 160 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ്.
മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിൽ ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത സമയത്ത് മഞ്ഞ ലൈനിലേക്ക് മാർക്കറ്റ് മുട്ടണം. ആ മഞ്ഞ ലൈനിലേക്ക് മാർക്കറ്റ് മുട്ടിയതിന് ശേഷം അടുത്ത റിജക്ഷനിലായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് ഫോം ആവാനായിട്ടുള്ള ചാൻസ്. അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് അപ്പ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ആ മഞ്ഞ ലൈൻ മുട്ടുന്നത് വരെ സിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ മാർക്കറ്റ് ആ താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തല്ലോ. 1 ക്ലിക്കോ മാർക്കറ്റ് ഓർഡറോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 136 മുതൽ 149 വരെ ഉള്ളൊരു മൂവ്മെൻറ്റാണ് അവിടെ കിട്ടിയത്. ഇനി നമുക്ക് സാധാരണ നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. 2 മിനിറ്റിൻ്റെ പരിപാടി. ഇവിടെ SMA മുട്ടിയിട്ടില്ല. 136 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 2 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ് കൂടെ ഉണ്ട്. അതാണ് നമ്മളിന്ന് ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ഇൻഡെക്സ് എടുത്ത് വെച്ചതിൻ്റെ ഫ്യൂച്ചർ എടുത്ത് വെച്ചതിൻ്റെ റീസൺ അതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ്. ഗ്യാപ്പ് ഫ്യൂച്ചറിൽ 30 മിനിറ്റിൽ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു മേളോട്ടുള്ള മൂവ്മെൻറ്റ് 30 മിനിറ്റിൽ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ള പരിപാടി നോക്കിയാൽ മതി. കാരണം ഇവിടെ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് SMA ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിയിൽ 130 മുതൽ ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. $146 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സിക്ക് തന്നെയാണ് മൂവ്മെൻറ്റ്. ഇന്ന് ഫ്യൂച്ചർ മെയിനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് ക്വിക്കായിട്ടുള്ളൊരു സ്കാൽപ്പിംഗ് ആണ് രാവിലെ നമുക്ക് നടന്നത് കേട്ടോ. വേറെ ഒന്നും അവിടെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്നൊരു ലോങ് ഹോൾഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. RSI 5 മിനിറ്റിലും സിക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കൺസോൾട്ടേഷനാണ്, ഇതിൻ്റെ പുറത്ത് വരാതെ ഇനി വലിയ റിസ്ക് എടുത്തിട്ടൊന്നും ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളില്ല. $147 ഒരു തവണ കൂടെ വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 140 മുകളിലോട്ടൊക്കെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം അത് മൂവ് ചെയ്ത് 147, 150, 155, 160 റേഞ്ചിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ SMA ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നുണ്ട് ഒരു സ്ട്രഗിൾ വരുന്നത്. നമ്മുടെ SMA ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിൾ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ രണ്ടാമത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് നിലവിലുള്ള ഈ ഒരു വൈറ്റ് ഡോട്ട് 137 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമാണ് സിക്ക് അവിടെ പോസിബിലിറ്റി ഉള്ളൂ. നല്ല കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി പിയുടെ മൂവ്മെൻറ്റ് 140 ഈ ഒരു 148 എത്തുമെന്നുള്ള കാര്യത്തിൽ മാത്രമല്ല. SMA മാർക്കറ്റ് മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു RSI ബെൻഡ് വന്നിട്ടുണ്ട്. 138 ആയിട്ടുണ്ട്. $140, 142,
143.76 143.76 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 148 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം നിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ യെല്ലോ ലൈനിൻ്റെ ചോട്ടിലാണ് ടിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ 118 വരും. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു മഞ്ഞ ലൈനിൻ്റെ ബോർഡർ എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഇവിടെ വന്നിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ്. 143.88 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 148 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 148.65 പോരും. നമ്മൾ പറഞ്ഞത് 131 മുതലുള്ള ആ ഒരു ബ്രേക്കിംഗ് ആണ്. അതായത് SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാലാണ് നമുക്ക് പീക്ക് അനുകൂലമായിട്ടുള്ളൂ. അതനുസരിച്ചിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി 145 ബ്രേക്ക് ചെയ്യണം. 145 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 148 മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഈ റെഡ് ഡോട്ടാണ്. ഓക്കെ, കയറി പോയിട്ടുണ്ട്. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായി. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 160 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മാക്സിമം ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 160 ബ്രേക്ക് ചെയ്താൽ 165 ബ്രേക്ക് ചെയ്താൽ 177 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ 159 വരെയൊക്കെ 159.75 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 160 ബ്രേക്ക് ചെയ്താൽ 165 അത്രയും ബോൾ അവിടെ ടിപ്പിട്ട് വെച്ചിട്ടുണ്ട്. എത്രയിലാണ്? 159.75. മിക്ക വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 160 ബ്രേക്ക് ചെയ്താൽ, അതായത് ആ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 165 177 മാർക്കറ്റിന് പോകേണ്ടി വരും. 5 മിനിറ്റിൻ്റെ RSIയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മിനിറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 2 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 160 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. 160-65 എന്നുള്ളത് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 177 മൂവ് ചെയ്യണം. 159 ബ്രേക്ക് ചെയ്താൽ അടുത്ത ടിപ്പ് 165 ആണ്. കാരണം ഇപ്പുറത്ത് 110 ഫാൾ ആവണം. 160 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഒരു 132 എന്നുള്ള മൂവ് കൂട്ടിയാലും 161 10-30 പോയിന്റ്. 160 വളരെ സേഫായിട്ടുള്ള എക്സിറ്റ് പ്രൈസ് ആണ്. 160 എന്നുള്ള ഏരിയ. ഇത് ഡോജി ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ 177 പോകുന്നത്. ഇനി 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 177 അടുത്ത മൂവ്മെൻറ്റ്, അടുത്ത ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റാണ്. ഈ പറഞ്ഞ പോലെ 132 വേണ്ട, 140 എന്നുള്ള ബ്രേക്കൗട്ടാണെങ്കിലും ഈസി ആയിട്ട് 160 മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 132 135 ആണ് പിയിൽ ബ്രേക്കൗട്ട് പറഞ്ഞത്. സിയിൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ബ്രേക്കൗട്ട് പറഞ്ഞത് 140. അത് ബ്രേക്കൗട്ടായില്ല. ആ SMA അവിടെ സപ്പോർട്ട് എടുത്തു. അടുത്ത ക്യാൻഡിലിൽ ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. നമ്മളത് പോയിൻ്റായിട്ട് മാറ്റി. ഇവിടെ അത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ വളരെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 132 135 എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ക്യാൻഡിലേ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ RSI ഇനി ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് എന്തിലാ, പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു പക്ക ഡോജി ക്യാൻഡിലാണ്. ഈ ഡോജി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത
എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 177 ആയിരിക്കും. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിന്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. 160 വരെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് 135 മുതൽ 160 വരെ. ഈ RSI ഇനി ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് പി സൈഡ് തന്നെയാണ്. അത് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ 177 ആണ്. 177 വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കും. കാരണം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ അടുത്ത ടിപ്പ് 165 അവിടെ ഒരു ചെറിയ സ്ട്രഗിൾ വരും. 165 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഫൈനൽ എക്സിറ്റ് പോയിന്റ് 177 വലിയ സമയമൊന്നും വേണ്ട. ഹൈ വോളിയമാണ്. ഇന്നലെ നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ അതേപോലെ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് 177 ടച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ എടുത്ത ഉടനെ ട്രെയിൽ ചെയ്ത് കയറ്റുക. ഇപ്പോൾ 160 ഇപ്പോൾ ഒരു 10 ലോട്ടാണ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ 5 ലോട്ടാണ് എടുക്കണമെങ്കിൽ 160 എന്ത് ചെയ്യണം, ഒരു 3 ലോട്ട് കൊടുക്കണം. ബാക്കിയുള്ള ഒരു ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 140 അല്ലെങ്കിൽ 147 ട്രെയിൽ ചെയ്ത് വെക്കണം. പിന്നെ ഒരെണ്ണം കയ്യിലുള്ള എന്ത് ചെയ്യണം, കോസ്റ്റ് ടു കോസ്റ്റ് ആക്കി ഇടണം. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റിൽ 10-30 പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് സംഭവിക്കാം. ചിലപ്പോൾ ഇവിടെ തന്നെ ഒരു 3-4 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്യാം. അതിനുശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത്. ഇനി അടുത്ത റെസിസ്റ്റൻ്റ് ഏരിയ 165 ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 177. ഈ മാർക്കറ്റിൻ്റെ ഒരു നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് 177 എല്ലാം ഉള്ളത് 165 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 165 ഒരു 5 പോയിന്റ് കിട്ടും ഈസി ആയിട്ട്. ഇപ്പം ഇങ്ങനെയുള്ള ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ, ഇങ്ങനെയുള്ള ചില ഉറപ്പുള്ള സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഞാൻ ലോട്ട് സൈസ് കൂട്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട്. എപ്പോഴും അല്ല, അതേപോലത്തെ ഒരു ഉറപ്പ് കിട്ടുന്ന സാഹചര്യങ്ങൾ. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 160 മുതൽ 165 വരെയൊക്കെ കിട്ടും. കാരണം പ്രീവിയസ് ആയിട്ടുള്ള 65ൻ്റെ അതേ ലെവലിലാണ് ഇപ്പോൾ 65 നിൽക്കുന്നത്. അപ്പോൾ 65 എന്നുള്ളത് ചിലപ്പോൾ ഒരു 64 63 വരെയൊക്കെ പോയി ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാം. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 165 ഓൾമോസ്റ്റ് ഡൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പുള്ള കേസാണ് ആ ഒരു 165 എന്നുള്ള ആ ഒരു ഏരിയ. അപ്പോൾ ഇനി 165 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് 177 മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് എന്തുകൊണ്ടും അവിടെ ഈസി ആയിട്ടുള്ളൊരു 5 പോയിന്റ് നമുക്ക് ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 167 വരെയാണ്. പക്ഷെ നമ്മൾ ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ ട്രിഗർ പ്രൈസ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 165 എന്നുള്ളത്. അപ്പോൾ അത് ഇനി 167 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 177 പോകും. അതൊരു മൂന്നാമത്തെ എൻട്രി ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി സിയുടെ മൂവ്മെൻ്റ് ആണ്. ഒരു 120 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 130 ഉള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും. കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് വന്ന് SMA സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ വീണ്ടും ഫാളാവും. അല്ലാന്നുണ്ടെങ്കിൽ 152 ഒരു 155 ബ്രേക്ക് ചെയ്താലാണ് എഗെയിൻ പിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതർവൈസ് മാർക്കറ്റ് സിയിലേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 120 ബ്രേക്ക് ചെയ്താൽ 130 മൂവ്മെൻറ്റ് കിട്ടും. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പി സൈഡിലേക്കാണ്. മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നിൽക്കുന്ന സി സൈഡിലേക്കാണ്. ഇവിടെ ഒരു നോക്കട്ടെ, ഒരു ലോവും കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 105 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ടൊരു 95 10 പോയിന്റ് ഫാൾ വരും. ഇത് ഒരു പക്ക സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സാധനം ഇനി 177 പോയി നിൽക്കത്തുള്ളൂ. പതിനഞ്ച് മിനിറ്റിൽ 170 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഒരു മടക്കം വരുന്നുണ്ട്. പിയിൽ ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്, നമ്മൾ പിയിൽ തന്നെ ആദ്യത്തെ മൂവ്മെൻറ്റ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു, അത് ബ്രേക്ക് ഔട്ട് ആയില്ല. രണ്ടാമത്തത് പിയിൽ പക്ക സപ്പോർട്ടാണ് എടുത്തിരിക്കണേ. 49 770
49,770, 49,770 ഫ്യൂച്ചർ ചാർട്ടിൽ. അപ്പം നെക്സ്റ്റ് 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇനിയും ഫാളാവും. ഇതൊരു സപ്പോർട്ടിങ് സോണാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴത്തോട്ട് ഫാളായില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് കയറും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഫാളാവും. ആ ഫാള് നല്ല രീതിയിലുള്ള ഫാളായിരിക്കും. 49,410 ഫാളാവും. അടുത്ത 30 മിനിറ്റ്, അതായത് 9:45 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. 144 താഴത്തോട്ട് വന്ന ഫാള് പി തിരിച്ച് കയറുവാണെങ്കിൽ ഇവിടെ നിന്ന് കയറണം. ഈ കയറ്റം 177 വരെ പോവും. ഇനി കയറുകയാണെങ്കിൽ ആ കയറ്റം 177 വരെ പോവും. ഇപ്പോൾ 9:45 മാർക്കറ്റ് 157 വന്ന് ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 9:45 കൺസോൾട്ടേഷൻ സോണാണ്. ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. സപ്പോർട്ട് ഡബിൾ സപ്പോർട്ടാണ്. ഇത് 9:45 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 9:46 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ ലോ വന്നിട്ടുണ്ടെന്നുള്ളൂ. ഇത് 157 ചെന്ന് ടച്ച് ചെയ്യും. 157 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 165, 177 പോകും. RSI 5 മിനിറ്റിൽ പോസിറ്റീവ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. 137, ഒരു 148 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്താവും? താഴത്തോട്ട് ഫാളാവും. അതർവൈസ് സ്റ്റിൽ പി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഫ്യൂച്ചറിൽ അടുത്ത ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്ന സാധനം ഫാളാവും. ആ ഫാൾ എവിടം വരെ വരാം? 49,683 വരെ വരാം. നിൽക്കുന്ന ഈ 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫാളായാൽ മേ ബി ഒരു 49,698 വരെ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് ഞാനത് മൂവ് ചെയ്തെടുക്കുന്ന ആളാണ്. 154 മുതൽ 157 വരെ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ഒരു മുട്ടൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ 3 പോയിൻ്റ് ഞാൻ ലോഡ് സൈസ് കൂട്ടിയിട്ട് 10-20 ലോട്ടൊക്കെ നേരത്തെ, ഇപ്പോഴല്ല, നേരത്തെ ഒരു 20 ലോട്ടൊക്കെ ഇട്ടിട്ട് ആ 3 പോയിൻ്റ് ഞാൻ ക്യാച്ച് ചെയ്തിട്ട് മാറും. അതിന് മേലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ആവുള്ളൂ എന്ന് പറഞ്ഞത്. അതാണ് 9:45 ക്യാൻഡിൽ 157 ചെന്ന് മുട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഒരു 115 ബ്രേക്ക് ചെയ്താൽ 116 ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. 2 മിനിറ്റിൽ സിയിലേക്ക് RSI ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 116, 119 ഭാഗത്തേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഈ ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ട് 140 137 മുട്ടണം. ഉണ്ടോ? 2 മിനിറ്റിൽ നമ്മൾ വളരെ ക്വിക്കായിട്ടാണ് ആക്ഷൻസ് എടുത്തത്. 2 മിനിറ്റിലെ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? 116 മൂവ് ചെയ്തു. അത് 120 വരെ പോകാം. 120 ബ്രേക്ക് ചെയ്താൽ 123 വരെ ആ ക്യാൻഡിൽ നീണ്ട് പോകാം. അപ്പോൾ ഇവിടെ വന്ന് കറക്റ്റായിട്ട് എവിടെ സപ്പോർട്ട് എടുത്തു? 137 സപ്പോർട്ട് എടുത്തു. പക്ഷേ 135 ഒരു ഡബിൾ സപ്പോർട്ട് ഉണ്ട്. ആദ്യത്തെ റെസ്പെക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സഡൻ ഫാള് 135 വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയേ, കയറി പോകണണ്ട, സി കയറി പോകുന്നണ്ട, സഡൻ ഫാള് നല്ല രീതിയിൽ വരും. കാരണം പ്രീവിയസ് ആയിട്ട് വളരെ വലിയ ഒരു ഗ്രീൻ ക്യാൻഡിലിന് ഓപ്പോസിറ്റ് വലിയൊരു റെഡ് ക്യാൻഡിൽ വരണം. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റും കിട്ടി. ഇവിടുത്തെ ക്യാൻഡിൽ 113 നിന്ന് ഏകദേശം 120 വരെ കിട്ടി. അപ്പോൾ നോക്കിയേ, 10 പോയിൻ്റ് ആയില്ലേ? ക്വിക്കായിട്ടുള്ള ആക്ഷൻ, ക്വിക്കായിട്ടുള്ള തീരുമാനപ്രകാരം നമുക്ക് അവിടെയും ഈസി ആയിട്ട് ലോഡ് സൈസ് കൂട്ടിയിട്ട് അവിടെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. കണ്ണടച്ച് തുറന്നപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി? 10 പോയിൻ്റാണ് ഇവിടെ കിട്ടിയത്. വേണ്ട, 120 വരെ കിട്ടിയാൽ മതി. എത്രയെന്നാ? 113 നിന്ന് 120 വരെ കിട്ടിയാൽ 7 പോയിൻ്റ്. ഇവിടുത്തെ 3 പോയിൻ്റ്, 10 പോയിൻ്റ്. ഇത് RSI ഇഞ്ഞ് ക്രോസ് ഓവർ ആവുന്നവരെ സിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് എവിടം വരെ വരാം? 123, 125 വരെ വരാം. പ്രീവിയസ് ആയിട്ടുള്ള 140 സപ്പോർട്ട് സോണിൽ ഇപ്പോൾ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്.
ഈ 140 സപ്പോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധനം താഴത്തോട്ട് വരും. നേരെ മറിച്ച് പിയിലാണെങ്കിലോ 146 ബ്രേക്ക് ചെയ്താൽ 152 കിട്ടും. ഈ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ സാധനം താഴത്തോട്ട് വരും. ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഒരു വിക്ക് ഉണ്ടാക്കി തിരിച്ചു പോയി അതേ വിക്കിൻ്റെ ഭാഗത്തേക്ക് ഇടിച്ചിടിച്ച് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 125 ടച്ച് ചെയ്യേണ്ടതാണല്ലോ. RSI സ്റ്റിൽ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് ഫ്യൂച്ചറിൽ 30 മിനിറ്റിൽ എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആകും എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പിക്കൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? സിയിൽ ഇവിടത്തുള്ള ബ്രേക്കൗട്ടും ചെറിയൊരു അപ്പ് പോയിട്ട് താഴത്തോട്ട് പോരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോക്കാണ് ശരിക്കും. അത് നമ്മൾ ആദ്യമേ 2 മിനിറ്റ് ആക്കിയായിരുന്നെങ്കിൽ നമ്മൾ 106 നിന്ന് ഓൾമോസ്റ്റ് എടുത്ത് പോയേനെ. നമ്മൾ ആ ടൈം ഫ്രെയിം മാറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അപ്പം ഇത് എന്തായാലും ഒരു 123 ടച്ച് ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു ഡെയിലിയുള്ള തിയറി പ്രകാരം ഈ യെല്ലോ ലൈനാണ് എൻ്റേതായിട്ടുള്ള ആ ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. വളരെ ഡിസിപ്ലിനായിട്ട് പോകുന്ന ആളായതുകൊണ്ട് അവിടെ ഒരു ഹാഫ് ഓഫ് ദ പോർഷൻ അവിടെ സെല്ല് ചെയ്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കലാണ് എൻ്റെ പരിപാടി. ഇവിടെ 123 ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ. 123.75 മിച്ചം കിടപ്പുണ്ട് ടച്ച് ചെയ്യാൻ. അത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. 121 125 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് അപ്പിലേക്കായിരിക്കും പോകണേ. ഇതിൻ്റെ ഓപ്പൺ കീപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരു സ്ട്രഗിളിങ് വരുന്നത്. എന്തായാലും ഇനി ഇത് RSI ക്രോസ് ഓവർ ആവട്ടെ, എന്നിട്ട് പിയിലേക്ക് നോക്കാം. ഏകദേശം വന്നിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇവിടെ ഹയർ വിക്ക് വന്നിട്ടില്ല, അത് 135 ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണ് 139.51 ടച്ച് ചെയ്യാതെ ഇടക്ക് വെച്ചിട്ട് റിവേഴ്സ് ആയത്? അതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം ഇവിടെയുണ്ട്. അതായത് ഇവിടെ നിന്ന് റിവേഴ്സ് വരുമെന്നറിയാം. ആ റിവേഴ്സ് കറക്റ്റായിട്ട് വന്നിട്ട് 115 സപ്പോർട്ട് എടുത്തേക്കണേ. അപ്പോൾ ആ 115 എൻട്രി എടുത്തിട്ട് 1 പോയിൻറ്റോ അല്ലെങ്കിൽ അര പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് നമുക്ക് 1 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ 2 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടും. 115 നിന്ന് 117.96 വരെ അവിടെയും 2 പോയിൻ്റ് കിട്ടും. അത് സ്കാൽപ്പ് ചെയ്തൊക്കെ എടുക്കുക. അതിൽ 1 ക്ലിക്ക് വേണമെന്നുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ആ വലിവോ ആ കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് അവിടുത്തെ 1 പോയിൻ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. അതെന്തായാലും 124 ഇത്തിരി കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും ടച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. ഒരു സ്കാൽപ്പിംഗ് എന്നുള്ളൊരു മെത്തേഡാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് താഴത്തോട്ട് ഇറങ്ങി അപ്പം ഒരു 500 റുപ്പീസ് ലോസ് ആണെങ്കിൽ അപ്പം ഇറങ്ങിയേക്കണം. $200 250 രൂപ. അപ്പോൾ അവിടെ ഞാനത് ഇറങ്ങി ഇതായപ്പോഴത്തേക്കും കാണിച്ചതാണ്. സാധനം തന്നെ 124 വരെ ഒരു 250 രൂപ ഇവിടെ കിട്ടി. അപ്പോൾ അടുത്ത കുറച്ച് കഴിഞ്ഞിട്ടുള്ള ട്രേഡിൽ എന്ത് ചെയ്യാം, അടുത്തൊരു 250 രൂപ എടുക്കാം. അടുത്തൊരു ട്രേഡിൽ എന്ത് ചെയ്യാം, 250 രൂപ എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് അവിടെ എടുക്കേണ്ട സാധനം അല്ലായിരുന്നു കേട്ടോ. ഞാനിത് ഇടയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും എടുക്കേണ്ടത് 115 എടുക്കേണ്ടത്. ഒറ്റടിയായിരിക്കും ഇപ്പോൾ 124 അടിക്കണത്.
122 പോട്ടെ. 121. പ്രീവിയസ് ആയിട്ടുള്ള 2 ക്യാൻഡിലിൻ്റെ ടിപ്പ് ഉണ്ട്, അതാണ് ഈ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. 122, 123, 124, 124. അതെ, സിമ്പിൾ. കാരണം RSI സ്റ്റീൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ റെഡ് ഇതൊന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 125 ബ്രേക്ക് ചെയ്താൽ 131 ഫ്യൂച്ചറിൽ എവിടെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള എൻട്രി നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ചോട്ടിന്ന് എവിടെ നിന്നാ, ഇവിടെ നിന്നുള്ള എൻട്രിയാണ്. 107 വേണ്ട, നമ്മൾ ആദ്യം പറഞ്ഞ എൻട്രി 111 111 മൊത്തം 21, 25. ഫ്യൂച്ചറിൽ വീണ്ടും SMA മുട്ടി. കാരണം 30 മിനിറ്റിൽ ഓൾറെഡി നമ്മൾ RSI അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും SMA വന്ന് മുട്ടി. എവിടെ വന്ന് മുട്ടി? 49,965. അപ്പോൾ 30 മിനിറ്റിൽ താഴത്തേക്കും കിട്ടി, 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കും കിട്ടി. സിംഗിൾ ക്യാൻഡിൽ, അതായത് എങ്ങനെ ഇറങ്ങിയോ അതേപോലെ തന്നെ തിരിച്ചു വന്നു. SMA മുട്ടി നിൽക്കുകയാണ് കറക്റ്റായിട്ട്. 30 മിനിറ്റിൽ SMA മുട്ടി നിന്നു. ഇവിടെ 128 ആയിട്ടുണ്ട്. അത് ട്രെയിൽ ചെയ്ത് താഴത്തേക്ക് ഇറക്കി അങ്ങ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 130. ഇത് 130 ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 147 വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 147 വരെ പോയാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 33, 34, 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. RSI ഓൾറെഡി അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ്. RSIയുടെ ക്രോസ് ഓവർ വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ 147 ഇറങ്ങാം. 147 10 മണി. നമ്മുടെ എല്ലാ ദിവസത്തെയും ട്രേഡ് ഒരു 10 മണി 10:05 ആകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗർ പോയിന്റിലായിരിക്കും ഇടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഇടിച്ചു നിൽക്കുന്നതും ഒരു ട്രിഗർ പോയിന്റിലാണ്, ഒരു വൈറ്റ് ഡോട്ടിലാണ് ഇടിച്ചു നിൽക്കുന്നത്. ഈ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 147. ഇന്നലെ ഇതേപോലെ ഏതോ ഒരു 147 നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചത്. വൈഡനിങ് ചെയ്തപ്പോഴാണ് നമുക്ക് 147 ട്രിഗർ പോയിന്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോയത്. 142. താഴത്തെ വൈറ്റ് ഡോട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 147 നമുക്ക് അവസാനിപ്പിക്കാം. കാരണം എന്തുകൊണ്ടാണ് അവിടെ സ്ട്രഗിളിങ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കുറേ ടിപ്പുണ്ട്, ഒരുപാട് റിജക്ഷൻ വന്ന ഏരിയാസാണ്. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്ത് പോലെ ഇത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒറ്റയടിക്കൊന്നും പോകില്ല, ചിലപ്പോൾ താഴത്തോട്ടൊക്കെ വന്നിട്ടായിരിക്കും തിരിച്ച് കയറി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം എന്നുള്ളൊരു തീരുമാനം അവിടെ വന്നത്. പോകാതിരിക്കത്തൊന്നുമില്ല. അമ്മേ, ഇവിടെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു IVO അല്ലെങ്കിൽ പുട്ട് കോൾ റേഷ്യോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നോക്കിയിട്ടില്ല. എൻ്റെ 2 മിനിറ്റിൽ നമ്മൾ RSI നോക്കി പക്ക ഒരു എൻട്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ പോർഷൻ ഇവിടെ ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തു. നമ്മളുടെ എക്സാക്ട് എൻട്രി എന്ന് പറഞ്ഞാൽ 111 തന്നെയാണ്. അവിടെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു ഹാഫ് പോർഷൻ ഇവിടെ കൊടുക്കാം, ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാം. RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ സാധനം കിടക്കട്ടെ. ഈ RSI ക്രോസ് ഓവർ ആകുമ്പോഴുള്ള സേഫ് ആയിട്ടുള്ള 2 എക്സിറ്റ് പോയിൻ്റേ ഉള്ളൂ. ഒന്ന് 147, ഒന്ന് 155. സ്ട്രഗിളിംഗ് ആണ്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എന്തായാലും ഓപ്പൺ 143, ഹൈ 143.30, 147 ടച്ച് ചെയ്ത് അറ്റ് എ ടൈം നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ട്രെയിൽ ചെയ്തിട്ട് ഒരു 140 ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം.
ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 147 ചെല്ലേണ്ടതാണ്. RSI അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ 147.5 അതിൽ കുറച്ച് വേണമെങ്കിൽ ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. 143 പിന്നെ ഒരു 4 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥിതിക്ക് ഇറങ്ങിയാലും വിഷയങ്ങളൊന്നുമില്ല. ഒരു 3 പോയിന്റിന് വേണ്ടി ചിലപ്പോൾ ബലം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൽക്കും വലിയ ലോസ് ഉണ്ടാവാനായിട്ടാണ്. ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് അലർട്ടായിട്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് അവിടെയുള്ള സൂചന. അതായത് നിങ്ങൾ അലർട്ടായിട്ടിരിക്കുക, ഏത് നിമിഷവും മാർക്കറ്റ് ഡൗൺ വരാം. നിങ്ങൾ മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക. അതാണ് ആ മടക്കിൻ്റെ സിഗ്നൽ എനിക്ക് തരുന്നത്. പ്രീവിയസ് കൺസോൾട്ടേഷൻ്റെ സോണിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ആ മടക്ക് വരുമ്പോഴത്തേക്കും മാക്സിമം കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക. ആ ഒരെണ്ണം 135 താഴെ വന്നാൽ എക്സിറ്റ് ആക്കുക എന്നുള്ള രീതിയിൽ വെക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. 147 എന്തായാലും എത്തേണ്ടതാണ്. പിന്നെ 2 കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ക്രോസ് ഓവറോട് കൂടിയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവാം, ഇല്ലെങ്കിൽ വന്നതിനേക്കാൾ സ്പീഡിൽ മുകളിലോട്ടും പോവാം. കാരണം ഇത് ഇവിടുത്തെ റെസിസ്റ്റൻ്റ്, ഇവിടുത്തെ റെസിസ്റ്റൻ്റ്, ഇത് ഇവിടുത്തെ റെസിസ്റ്റൻ്റ്, ഇത് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇത്രയും റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചെറിയ റെസിസ്റ്റൻസ് ഒന്നും അല്ല. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ 3 പേരെ കൊണ്ടൊന്നും അല്ലെങ്കിൽ 3 ക്യാൻഡിലിനെ കൊണ്ടൊന്നും നടക്കുകയില്ല. ഹൈ വോളിയം വേണം. അപ്പോൾ ഒരുപാട് അവിടെ ഒരു വോളിയം ജനറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 147 കവറപ്പ് ചെയ്ത് ചെന്ന് നിൽക്കുന്നത് ഒരു 152 54 ഒക്കെ ആയിരിക്കും ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല വോളിയം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. 146.75 148 149 151 വരെ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഏകദേശം 155 അപ്പോൾ അതാ പറഞ്ഞത് ചെറിയ വോളിയൊന്നും ആയിരിക്കില്ല. ആ സാധനം ചെന്ന് നിൽക്കുന്നതേ 155 എന്ന് പറഞ്ഞത്. 155 പോയി ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മൾ 147 പറഞ്ഞത്, പക്ഷേ 145 ട്രിഗർ സെറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പായി. സെക്കൻഡ് റൈഡ് ഹോൾഡ് ചെയ്തത് 117 മുതൽ 155 വരെ, വളരെ ചെറിയ ലോട്ട്. 160 കൂടെ ഒരു ചെറിയൊരു സാധനം കിടപ്പുണ്ട്, വേണ്ട. 155 വളരെ സേഫാണ്. 10-8 10-8 ഇവിടെ എത്തി. ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ട്രെയിൽ ചെയ്ത് വെച്ചാൽ അങ്ങ് കൊണ്ടുപോകാം. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ കൊണ്ടുപോകാം. അടുത്ത എക്സിറ്റ് എന്ന് പറഞ്ഞാൽ 163. ഇതുക്കും മേലെ പോയി കഴിഞ്ഞാൽ 165 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ കിടപ്പുണ്ട്. 155 ബ്രേക്ക് ചെയ്താൽ, ഇപ്പം നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ 165 ഒരു ഏരിയ കിടപ്പുണ്ട്. അപ്പോൾ ലോങ് ഡ്രൈവ് സക്സസ് ആയി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ക്രോസ് ഓവർ വന്നു മുതൽ ഈ ക്രോസ് ഓവർ വരെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഈ സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ചെറിയ ലോസ് ആണെങ്കിലും റിക്കവർ ചെയ്ത് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അടുത്തത് 165. ഒരു മടക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലർട്ടായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ചാർട്ടിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്ത് 147 ഇറങ്ങിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ട്രെയിൽ ചെയ്ത് എവിടെ വെക്കാം, ഒരു 152 ട്രെയിൽ ചെയ്ത് വെക്കാം. 152 ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 3 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റണം. 165 പോകും. 159. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വോളിയം വന്നേക്കുന്ന സ്ഥലങ്ങളാണ്.
59 പോട്ടെ, 65, 61, 62, 62 ഒരു തരം, 63 രണ്ട് തരം, 65. ഫൈനൽ ടാർഗറ്റ് 65. അപ്പം 65 പോകുമ്പോൾ എന്ത് ചെയ്യാം? അവിടെയും സേഫാണ്. ഇനി അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ 182, 87 പോകുന്നത്. ഉടനെ ഒന്നും പോവില്ല, ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ 165 നോക്കിയേ, ഇവിടെ കാണാം 165.00. നമ്മളെ ചാർട്ടിൻ്റെ അക്യുറസിയാണ്. ഞാൻ ട്രിഗർ ചെയ്തിട്ട് വെച്ച് 165. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിയിൽ ഒരു എൻട്രി അങ്ങ് സിംഗിൾ ലോട്ട് എടുത്തങ്ങ് ഇട്ടേക്കുക, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ. സിംഗിൾ ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ മാറണമല്ലോ. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 100. അവിടെ കിടക്കട്ടെ. അപ്പോൾ എനിവേ വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു. നല്ല രീതിയിലുള്ള RSI 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോരാ? 24,531 ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ലെവലുണ്ട്. അതായത് ഇവിടെ നിന്നുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 23,481. നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്ന ഏരിയ ആണ്. എവിടെ പോയാലും മാർക്കറ്റ് കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരണം. അത് 3 ദിവസവും 5 ദിവസം വരെയാണ് ആ ഒരു ലെവല് മിക്കവാറും വരാറുള്ളത്. 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ലോ വന്നിട്ട് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. ഇത് ഡോജി ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് വരും. അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം, പഠിക്കാം, ലൈവിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എന്ത് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ താഴത്തോട്ടുള്ള കർവ് ഗ്രീനിലേക്ക് എത്തുന്നത് വരെ സിക്ക് തന്നെയാണ് ചാൻസ്. ഇനിയൊരു ബ്രേക്കൗട്ട് നല്ലത് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ 165 ഇനി ബ്രേക്ക് ചെയ്താൽ 185 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതെന്തും ആയിക്കോട്ടെ, നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്തു. സന്തോഷത്തോടു കൂടി റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങിക്കോളാം എന്ന് ചാർട്ടിന് വാക്കും കൊടുത്തിട്ടുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.